കണ്ണൻ മാളു എന്റർടൈൻമെന്റ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കഥ വായിക്കാം. ഇന്നത്തെ കഥയുടെ പേര് മണ്ണാങ്കട്ടയും കരിയിലയും. മണ്ണാങ്കട്ടയും കരിയിലയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഇതാണ് മണ്ണാങ്കട്ട, ഇതാണ് കരിയില. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. ഇവർ രണ്ടുപേരും. പിന്നെ ഒരു പാത്രത്തിലേ ഉണ്ണു, ഒരു പായിലേ ഉറങ്ങൂ, ഒന്നിച്ചേ എവിടെയും പോകൂ, അത്രയ്ക്കുണ്ട് സ്നേഹം. ഒരു പാത്രത്തിലേ ഉണ്ണു, പിന്നെ ഒരു പായിലേ ഉറങ്ങൂ, ഒന്നിച്ച് എവിടെയും പോകൂ, അത്രയ്ക്കുണ്ട് ഇവർ തമ്മിലുള്ള സ്നേഹം. നല്ല തെളിഞ്ഞൊരു ദിവസം അവർ ഇരുവരും ഒരുമിച്ചൊരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. ഇങ്ങനെ വിശാലമായൊരു ദിവസം ഇവരെ രണ്ടു പേരും കൂടി, മണ്ണാങ്കട്ടയും കരിയിലയും രണ്ടു പേരും കൂടി യാത്ര കഴിഞ്ഞു. കൈ കോർത്തു പിടിച്ച് ആടി രസിച്ച് പാടി രസിച്ച് കാഴ്ചകൾ കണ്ടു രസിച്ച് അവർ അങ്ങനെ നടന്നു. അവരിങ്ങനെ കൈ കോർത്ത് പിടിച്ച് പിന്നെ ആടി രസിച്ച് പാടി രസിച്ച് കാഴ്ചകൾ കണ്ട് രസിച്ച് അവരങ്ങനെ നടന്നു. അപ്പോൾ മണ്ണാങ്കട്ട തൻ്റെ കഥ കൂട്ടുകാരനോട് വിസ്തരിച്ചു. മണ്ണാങ്കട്ട തൻ്റെ കഥ ഇങ്ങനെ കൂട്ടുകാരനോട് എന്ത് കഥയാണെന്നറിയോ? ഒരു മൺകട്ടയെ മണ്ണിനൊടിയിൽ ഒരുപാട് കാലം ഉറങ്ങിക്കിടന്ന കഥ. ഇങ്ങനത്തെ മൺകട്ടകളുടെ കൂടെ മണ്ണിനടിയിൽ ഒരുപാട് കാലം കഴിഞ്ഞിരുന്ന കഥ. അപ്പം കരിയിലയും സ്വന്തം കഥ പറഞ്ഞു. കാട്ടിലെ മരക്കൊമ്പിൻ്റെ തുമ്പത്ത് രാജകുമാരനെ പോലെ വാണ കഥ. മരത്തിൻ്റെ തുമ്പത്തൊക്കെ ഇങ്ങനെ രാജകുമാരനെ പോലെ നല്ല രീതിയിൽ വളർന്ന കഥ, വാണകഥ. വെയിലിൽ കുളിച്ച് വെളിച്ചത്തിൽ മുങ്ങി കാറ്റിലുലഞ്ഞ് കഴിഞ്ഞ കഥ. വെയിലിലൊക്കെ കുളിച്ച് വെളിച്ചത്തിൽ മുങ്ങി കാറ്റിലുലഞ്ഞ് ഇങ്ങനെ ജീവിച്ചിരുന്ന കഥയാണ്. നേരം കടന്നുപോയി, വെയിൽ മങ്ങി, ആകാശം ഇരുണ്ടു വന്നു, കാറ്റ് വീശാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ കുറച്ച് നേരം അവരങ്ങനെയൊക്കെ പറഞ്ഞ് നേരമൊക്കെ ഇങ്ങനെ പോയി. ഇവരിറങ്ങിയ നേരം, ആ നേരത്ത് വെയിലൊക്കെ മങ്ങി ആകാശം ഇരുണ്ട് കാറ്റ് വീശാനൊക്കെ ഇങ്ങനെ തുടങ്ങി. അപ്പം കരിയില ഭയന്ന് വരച്ച്. കരിയിലേക്ക് നല്ലോണം പേടി. നീ പേടിക്കണ്ട, ഞാനില്ലേ നിന്നെ രക്ഷിക്കാം. മണ്ണാങ്കട്ട കരിയില പുറത്ത് കയറിയിരുന്നു. ഈ മണ്ണാങ്കട്ട പറഞ്ഞു, ഞാനില്ലേ, ഞാൻ രക്ഷിക്കാം നിന്നെ എന്ന് പറഞ്ഞിട്ട് കരിയിലേൻ്റെ പുറത്ത് കയറി. പറന്നു പോകാതെ കരിയിലയെ കാറ്റു ശമിച്ചു. ഇരുവരും കൈ കോർത്ത് സഞ്ചാരം തുടർന്നു. നേരം കടന്നുപോയി. മഴ വന്നു. മഴത്തുള്ളികൾ ചെറുപറയെ വീഴാൻ തുടങ്ങി. ഇത്തവണ മണ്ണാങ്കട്ടയാണ് പേടിച്ചത്. ഈ നേരം ഇവരിങ്ങനെ ആ നേരത്ത് കരിയിലെ മണ്ണാങ്കട്ട കാത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം മഴ വരുന്നപ്പോൾ ഈ മണ്ണാങ്കട്ട ഈ കരിയിലെന്ന സ്ഥാനത്ത് ഇപ്പോൾ പേടിച്ചു വിറച്ചി. അപ്പം പേടിക്കണ്ട ചങ്ങാതി, കരിയില പറഞ്ഞു. മഴ കൊട്ടിക്കോരി പെയ്യാൻ തുടങ്ങി. ഇങ്ങനെ മണ്ണാങ്കട്ട പേടിച്ചിരിക്കുമ്പം ഈ കരിയില പറഞ്ഞ്, പേടിക്കണ്ട ചങ്ങാതി, കരിയില പറഞ്ഞിട്ട് ഇങ്ങോട്ട് പക്ഷെ മഴ ഇങ്ങനെ പൊട്ടിക്കോരി നിൽക്കുന്ന സമയം ആയിരുന്നു അത്. കരിയില മണ്ണാങ്കട്ടയുടെ മേൽ കയറിയിരുന്നു. കരിയില മണ്ണാങ്കട്ടേൻ്റെ മേൽ ഇങ്ങനെ കൊട പോലെ നിന്ന് ഒരു കുട പോലെ മണ്ണാങ്കട്ടയെ രക്ഷിച്ചു. മഴ മാറി. ഇരുവരും പിന്നെയും യാത്ര തുടർന്നു. ഒരു കൊട പോലെ ഇങ്ങനെ രക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെയും യാത്ര പോയി. അല്പദൂരം ചെന്നതേ ഉള്ളൂ, അതാ കാറ്റും മഴയും ഒന്നിച്ചു വരുന്നു. ഇവർ കുറച്ച് നടന്നു കഴിഞ്ഞപ്പം പെട്ടെന്നുണ്ട് ഈ ഇലകളൊക്കെ വീശി മഴയും കാറ്റും കൂടിയൊക്കെ വരുന്നു. അപ്പം മഴ കോരിച്ചോരിയാനും കാറ്റ് ആഞ്ഞു വീശാനും തുടങ്ങി. മഴ ഇങ്ങനെ ചെറുപറാന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് പെയ്ത്. അപ്പം കാറ്റിങ്ങനെ ആഞ്ഞു വീശാനും തുടങ്ങി. ഇനി എന്തു ചെയ്യും? ഇരുവരും പരിഭ്രമിച്ചു. മുഖത്തോട് മുഖം നോക്കി. ഏറെ
ബാക്കിയെല്ലാം പെരുമഴയിൽ മണ്ണാങ്കട്ട അലിഞ്ഞും പോയി, കൊടുങ്കാറ്റിൽ കലീല പറന്നും പോയി. ഇങ്ങനെ ഇവരിങ്ങനെ ആയപ്പോൾ മണ്ണാങ്കട്ടതായി ഇങ്ങനെ അലിഞ്ഞ് കിടക്കുന്നു, കരിയിലതായി ഇങ്ങനെ പറന്നും പോകുന്നു. അതങ്ങനെയാണ് ഇവർ രണ്ടുപേരും നശിച്ചുപോയി. ഇവരിങ്ങനെ മുഖത്തോടെ മുഖം നോക്കി പരിഭ്രമിച്ചിരുന്നിട്ട് മുഖത്തോട് മുഖം നോക്കി പരിഭ്രമിച്ചു. അപ്പം തന്നെ ഇവരങ്ങോട്ട് അലിഞ്ഞി. ഏറെ വൈകാനൊന്നുമില്ല. മണ്ണാങ്കട്ടയുടെയും കരടിയുടെയും കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? പ്ലീസ്